നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. ധർമ്മസ്ഥലയിൽ കൂട്ടത്തോടെ മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്ന വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ശുചീകരണ തൊഴിലാളി ചിന്നയ്യയെ സഹായിച്ച രാഷ്ട്രീയ ഹിന്ദു ജാഗരൺ വേദിക പ്രസിഡന്റ് മഹേഷ് ഷെട്ടിയുടെ വസതിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റെയ്ഡ്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ജിതേന്ദ്രകുമാർ ദയാമിന്റെ നേതൃത്വത്തിലുള്ള സംഘം രാവിലെ 9:30 റെയ്ഡ് നടത്തിയത്. ഓഗസ്റ്റ് 25 ബെൽത്തങ്ങാടി കോടതിയിൽ ലഭിച്ച സെർച്ച് വാറന്റുമായി എത്തിയ സംഘം പ്രതിയായ ചിന്നയ്യയെയും ഒപ്പം കൊണ്ടുവന്ന് സ്ഥലത്ത് പരിശോധന നടത്തി. പരിശോധനയ്ക്കിടെ SIT ഉദ്യോഗസ്ഥർ ചിന്നയ്യയുടെ മൊബൈൽ ഫോൺ കണ്ടെടുത്തതായി റിപ്പോർട്ടുണ്ട്. കഴിഞ്ഞ 2 മാസമായി മഹേഷ് ഷെട്ടിയുടെ ഉജിറയിലെ വസതിയിൽ ചിന്നയ്യ താമസിച്ചു വരികയായിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കേസുമായി ബന്ധപ്പെട്ട് വസ്തുക്കൾ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു റെയ്ഡ്. ഇതേസമയം മഹേഷ് ഷെട്ടിയുടെ സഹോദരൻ മോഹൻ ഷെട്ടിയുടെ വസതിയിൽ മറ്റൊരു സംഘം പരിശോധന നടത്തി. സംഘത്തിന്റെ യോഗങ്ങളും ആസൂത്രണങ്ങളും പലപ്പോഴും തിമാർ റോട്ടിയുടെ വസതിയിലായിരുന്നു നടന്നിരുന്നത്. അടുത്തിടെ നടന്ന വാർത്താ സമ്മേളനങ്ങൾ, ആഭിമുഖങ്ങൾ, വ്ലോഗറായ സമീറിന്റെ നിരവധി യൂട്യൂബ് വീഡിയോകൾ എന്നിവ ഈ വീട്ടിൽ വെച്ചാണ് ചിത്രീകരിച്ചതെന്ന് പറയപ്പെടുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് നിർണായകമായ തെളിവുകൾ ലഭിക്കുമെന്ന് സംഘം പ്രതീക്ഷിക്കുന്നു. റെയ്ഡ് നടക്കുമ്പോൾ മഹേഷ് ഷെട്ടിയും അദ്ദേഹത്തിന്റെ അനുയായികളും വസതിയിൽ ഉണ്ടായിരുന്നില്ല. പോലീസ് പ്രദേശം വളഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മകനും 3 സ്ത്രീകളും മാത്രമാണ് വീടിനുള്ളിൽ ഉണ്ടായിരുന്നത്. ധർമ്മസ്ഥലയിലെ വിവാദങ്ങളെക്കുറിച്ച് വീഡിയോ ചെയ്തതിന്റെ പേരിൽ കേസെടുത്തതിനെ തുടർന്ന് യൂട്യൂബ് സമീർ കഴിഞ്ഞ ദിവസം ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനിൽ ഹാജരായിരുന്നു. 2 അഭിഭാഷകർക്കൊപ്പമാണ് സമീർ പോലീസ് സ്റ്റേഷനിലെത്തിയത്. ജൂൺ 21 സമീറിന് ദക്ഷിണ കന്നഡ പ്രിൻസിപ്പൽ ജില്ലാ സെഷൻ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. BJP ദേശീയ ജനറൽ സെക്രട്ടറി BL സന്തോഷിനെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയതിന് അറസ്റ്റിലായ തിമാർ റെഡ്ഡി നിലവിൽ ജാമ്യത്തിലാണ്. മഹേഷ് ഷെട്ടിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് വൺ മാൻ ഷോ, ദി റിയൽ ഹീറോ ഓഫ് ഉജിരെ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്ക് സൈനിങ് ഓഫ്.